പൊതുവേ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു പ്രഷർ കുക്കർ പോലെയാണ്. പക്ഷേ ഒക്ടോബർ മാസത്തിലെ വൈകുന്നേരങ്ങൾ നല്ല വൈബാണ്. അതുകൊണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം ഒന്ന് പുറത്തു പോയി കുട്ടി ഷോപ്പിങ്ങും ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഒരു ഗ്രോസറി ഷോപ്പിംഗ്, ഒരു മിനി ഗ്രോസറി ഷോപ്പിംഗ്. ഇത് പിന്നെ എത്ര എടുത്താലും നമ്മൾ അന്നന്നെ കുടിച്ച് തീർക്കുന്നതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം രണ്ടിലങ്ങ് ഒതുക്കി. പിന്നെ ഞാൻ എടുത്ത് കുറച്ച് മധുരമുള്ള ഓറഞ്ച്, പ്രത്യേകിച്ച് ഒരു വികാരമില്ലാത്ത അവക്കാഡോ, പിന്നെ കാണാൻ തീരെ ഭംഗിയില്ലാത്ത പഴം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഫ്രൂട്ട് എടുത്തത് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടായ പപ്പായ. അത് കൂട്ടത്തിൽ ഒരെണ്ണം വലുത് നോക്കി തന്നെ ഞാൻ എടുത്തു. ഇതിൻ്റെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ദേ വീണ്ടും ചാറ്റൽ മഴ. അങ്ങനെ മഴയും കഴിഞ്ഞ് ഷോപ്പിങ്ങും തീർന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ലാപ്ടോപ്പ് അങ്ങ് കോളേജിൽ ഇരിക്കുവാണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയി എൻ്റെ കോളേജിലേക്ക് എൻ്റെ ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി. ലാപ്ടോപ്പ് എടുത്തിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പാനിപ്പൂരി കഴിച്ചിട്ട് കുറച്ച് നാളായല്ലോ, എന്നാൽ പിന്നെ നേരെ പാനിപ്പൂരി കഴിക്കാൻ പോയാലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും ഫേവറേറ്റ് പാനിപ്പൂരി സ്ഥലത്തേക്ക് തന്നെ ഞങ്ങൾ വണ്ടി വിട്ടു. ഓ, ഈ പാനിപ്പൂരി എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ് അല്ലേ. ഹാഷിർ പറയുന്ന പോലെ നമ്മുടെ പൂർവികർ ഇത് കണ്ടുപിടിച്ചുകൊണ്ടല്ലേ നമുക്കിത് കഴിക്കാൻ പറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ഫ്ലേവർഫുൾ ടേസ്റ്റി ലിക്വിഡ്, അതൊഴിക്കാൻ ഒരു കണ്ടെയ്നർ, ഈ കണ്ടെയ്നറോട് ചേർത്താണ് നമ്മൾ ഈ ലിക്വിഡ് കഴിക്കുന്നത്. വാവ്, ട്രൂലി ജീനിയസ്. അങ്ങനെ പാനിപ്പൂരി എല്ലാം കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വീണ്ടും യാത്ര തുടങ്ങി. അയ്യോ, പാനിപ്പൂരി ചേട്ടന് ബൈ ബൈ പറയാൻ പറ്റില്ല. പോകുന്ന വഴിക്ക് ഞാൻ സബ്വേ, KFC, പിന്നെ ബർഗർ കിങ്, ഇത് മൂന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം കയറാൻ വേണ്ടിയാണ്. വീടെത്താറായപ്പോൾ ദേ ഒരാൾ ജിം മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യാൻ വേണ്ടി കയറുന്നു. മൂഡ് പോയി. എന്തായാലും വീട്ടിൽ ചെന്ന് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ഊഹിക്കണ്ടല്ലോ. അതുതന്നെ, ഫുഡ് അടി. നല്ല ചൂട് പൊറോട്ടയും നല്ല ചൂട് ചിക്കൻ കറിയും. അങ്ങനെ ഈ ചൂട് പൊറോട്ടയും നല്ല തിളയ്ക്കുന്ന ചിക്കൻ കറിയും കഴിച്ചപ്പോഴാണ് എൻ്റെ മൂടൊക്കെ ഒന്ന് ശരിയായത്. അപ്പോൾ ഇന്നത്തെ ഈ ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ലോഗിൽ കാണുന്നവരെ